നമസ്കാരം. കൃഷിദർശൻ തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കായൽ മത്സ്യ വിഭവങ്ങൾ എന്ന് കേട്ടാൽ നാവിൽ വെള്ളമുറാത്തവരില്ല. കരിമീനും കൊഞ്ചും ഞണ്ടും ചിപ്പിയും മുരിങ്ങയുമൊക്കെ രുചിയൂറുന്ന വിഭവങ്ങളായി തീന്മേശയുടെ മുന്നിലെത്തുമ്പോൾ അവയ്ക്ക് പ്രിയമേറും, ഒപ്പം വിലയും. അതുകൊണ്ട് തന്നെ അവയുടെ കൃഷി പ്രാധാന്യമർഹിക്കുന്നു. ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജലകൃഷി വികസന ഏജൻസി കരിമീനും കൊഞ്ചും ഞണ്ടും ചിപ്പിയും മുരിങ്ങയുമൊക്കെ കൃഷി ചെയ്യാൻ ധാരാളം സഹായങ്ങളും സബ്സിഡികളും അനുവദിക്കുന്നുണ്ട്. അവ എന്താണെന്ന് പരിശോധിക്കുകയാണ് ഇന്ന് കൃഷിദർശൻ. നമ്മോടൊപ്പം ഈ പ്രോഗ്രാമിൽ അതിഥിയായി ചേരുന്നത് ജലകൃഷി വികസന ഏജൻസിയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീമതി ആർ സന്ധ്യയാണ്. സ്വാഗതം ചെയ്യാം സന്ധ്യയെ കൃഷിദർശൻ പരിപാടിയിലേക്ക്. നമ്മൾ കായൽ ജല മത്സ്യകൃഷിയാണ് വിഷയം. നമ്മൾ യഥാർത്ഥത്തിൽ എത്രത്തോളം കായലുകളുണ്ട് കേരളത്തിൽ? അതുപോലെ ഒരു ജലാശയങ്ങൾ എത്രത്തോളം ഉണ്ട്? 65,000 ഹെക്ടർ വരെ ജലമുണ്ട്. ഒരു ജലമുണ്ട് 65,000. ഇതിൽ പൊക്കാളി, കൈപ്പാട്, പിന്നെ കായലുകൾ എല്ലാം ഉൾപ്പെടും. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട സംശയം, ഇപ്പോൾ ഈ 65,000 ഹെക്ടർ സ്ഥലം ഉണ്ടായിട്ട് അവിടെ വർഷങ്ങളായിട്ട് അഡാക്ക് ഇത്തരം കൃഷിയൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ട് ഇതൊന്നും വിപണിയിലേക്ക് ഈ കൃഷി ചെയ്ത മത്സ്യങ്ങൾ വരുന്നില്ല. ഇപ്പോഴും സ്വാഭാവിക മത്സ്യങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്, കരിമീനൊക്കെ. അത് വെറുതെ പറയുന്നതാണ്. ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, കണ്ണൂർ, കോഴിക്കോട് ഈ ജില്ലകളിലെല്ലാം അഡാക്കിൻ്റെ കർഷകർ കൃഷി ചെയ്ത് വിളവെടുത്ത മത്സ്യങ്ങൾ വിപണനത്തിന് വരാറുണ്ട്. അപ്പോഴും ഏതാണ്ട് 6 സ്ഥലം കൊണ്ടേ ആയുള്ളൂ. അഡാക്കിൻ്റെ സ്കീമുകളെന്ന് പറയുന്നത് പാടശേഖര കൃഷിയുമായി ബന്ധപ്പെട്ടാണ്. ഒരു നെല്ലും ഒരു മീനും പദ്ധതിയായിട്ടാണ് ചെയ്യുന്നത്. അതിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലൊന്നും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സ്കീമുകളൊന്നുമില്ല. അതേസമയം ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ആ ജില്ലകളിലെല്ലാം അഡാക്കിന് പദ്ധതികളുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. എനിക്കൊന്ന് സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള കരിമീനാണ്. കരിമീൻ ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുന്ന അഡാക്കാണ്. ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്കും അതായിരിക്കും കൂടുതൽ അറിയേണ്ടത്. കാരണം കരിമീൻ എന്തെല്ലാം സഹായങ്ങൾ കിട്ടും എന്നുള്ളതാണ്. ശരിക്കും കരിമീനെ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ പ്രത്യേക പരിഗണന കരിമീനുണ്ട്. എന്ത് പരിഗണനയുള്ളത്? സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിച്ചതും അതിനോടനുബന്ധിച്ച് തന്നെ അഡാക്കിൻ്റെ കീഴിൽ 1000 തെങ്ങിൽ ഒരു കരിമീൻ വിത്തുൽപാദന കേന്ദ്രം സ്ഥാപിക്കാനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. കൊല്ലത്ത്. അതിൻ്റെ ഹാച്ചറി കൺസ്ട്രക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും സ്വാഭാവികമായി തന്നെ നമ്മൾ കരിമീൻ ബ്രീഡ് ചെയ്യുന്നതിന് വേണ്ടുന്ന ചില സങ്കേതങ്ങൾ ചെയ്തു കൊടുത്ത് സ്വാഭാവികമായി ബ്രീഡ് ചെയ്യിച്ച് കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യാനുള്ള നടപടി തുടങ്ങിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും സ്വാഭാവിക ബ്രീഡിംഗ് നടക്കുന്നുണ്ട്. നമ്മുടെ കർഷകർ തന്നെ, അതായത് അഡാക്ക് ട്രെയിനിങ് കൊടുത്ത കർഷകർ തന്നെ ഈ ചെറിയ ചെറിയ ബ്രീഡിംഗ് യൂണിറ്റുകൾ ചെയ്ത് മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് 13ാം ധനകാര്യ കമ്മീഷൻ്റെ അവാർഡിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ നമ്മൾ ഈ ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ, അതായത് കുട്ടനാട് ഏരിയയിൽ വരുന്ന കർഷകർക്ക് നൽകുന്നുണ്ട്. അവർ തന്നെ ബ്രീഡേഴ്സിനെ, അതായത് കരിമീൻ, തള്ളച്ചെമ്മീൻ, ആൺചെമ്മീൻ കരിമീൻ, ആൺപെൺ കരിമീനുകളെ സ്റ്റോക്ക് ചെയ്ത്, അത് കരിമീൻ എന്ന് പറയുന്നത് മറ്റുള്ള മത്സ്യങ്ങളെക്കാളും വ്യത്യസ്തമാണ്. അതെ, മനുഷ്യരെ പോലെയാണ് അതും. അവര് അതെ. അപ്പം അങ്ങനെ അങ്ങനെയാണത് സ്വാഭാവികമായി ഉണ്ടാവുന്നത്. പിന്നെ
മുട്ടയിട്ട് കഴിഞ്ഞാലും മുട്ടയെയും സംരക്ഷിച്ച് അതന്നെ സംരക്ഷിക്കും. കുഞ്ഞുങ്ങൾ സ്വന്തമായി അതെ സ്വന്തമായി തീറ്റ എടുക്കാൻ കഴിയുന്നത് വരെ ഈ അച്ഛനും അമ്മയുമാണ് എന്ത് ചെയ്യുന്നത്, കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത്. കരിമീനോട് പ്രിയമുള്ള ധാരാളം ആളുകൾ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും പ്രോഗ്രാം തുടങ്ങിയപ്പോൾ തന്നെ കോൾ വരുവാണ്. നോക്കാം. ഹലോ, സ്വാഗതം. കൃഷി ദർശൻ ആരാണ്? ഹലോ ഹലോ ഹലോ, കേൾക്കാമോ? കേൾക്കാം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, നമസ്കാരം സാർ. ഇത് ഞാൻ ചവറയിൽ നിന്ന് വിളിക്കണം. കൊല്ലം ജില്ലയിലെ ചവറ തെക്കുംഭാവം എന്ന് പറയുന്ന പ്രദേശത്ത് നഷ്ടമുടിക്കായൽ തീരത്ത് നിന്നാണ് വിളിക്കുന്നത്. വളരെ പ്രശസ്തമായ സ്ഥലമാണ്, പ്രത്യേകിച്ചും കരിമീൻ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പം ഞങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത് ഈ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുടെ ഏരിയയാണ്. പ്രത്യേകിച്ചും കരിമീനും കക്കയും ഞണ്ടും കൊഞ്ചും ഒക്കെ ഉള്ള ഒരു ഏരിയയാണ്. അപ്പൊ ഈ മത്സ്യകൃഷി മേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഈ മത്സ്യ കേരളം എന്നൊരു പദ്ധതി നടപ്പാക്കിയിരുന്നു. അതെ. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് പഞ്ചായത്തുകളിൽ മത്സ്യ കൃഷി വ്യാപിപ്പിക്കുന്നതിലേക്കായിട്ട് മത്സ്യ ക്ലബ്ബുകൾ രൂപീകരിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രദേശങ്ങളിൽ ഈ മത്സ്യ ക്ലബ്ബുകൾ രൂപീകരിച്ചിട്ടില്ല. ചില രാഷ്ട്രീയ സമ്മർദ്ദങ്ങളോ ചില വ്യക്തികളുടെ താല്പര്യങ്ങളോ ആണ് ഈ ക്ലബ്ബുകൾ ഈ കർഷകരെ ഉൾപ്പെടുത്തി ഇതുവരെ രൂപീകരിച്ചിട്ടില്ല. എന്ന് പറയുന്നത് ഈ മത്സ്യകൃഷിയുടെ ഭാഗമായിട്ട് മുൻപ് കൂടുകളിൽ മത്സ്യകൃഷി നടത്തുന്നതിന് വേണ്ടിയിട്ട് മത്സ്യകർഷക ഏജൻസി 4-5 കൂടുകളിൽ മത്സ്യകൃഷി ചെയ്യുന്നതിന് 25,000 മുതൽ 50,000 രൂപ വരെ കൊടുത്തിരുന്നു. അത് ഇപ്പോൾ 10 കൂടുകളിൽ ചെയ്യുന്നതിന് ഈ തുകയാണ്. ഈ സാഹചര്യങ്ങളിൽ ജീവിത ചെലവ് ഉയരുന്ന ഈ കാലഘട്ടത്തിൽ ഈ തുക കൊണ്ട് ഇവർ പറയുന്ന രീതിയിൽ അതിനെ വളർത്തി പരിപാലിപ്പിക്കാൻ ഇത് അപര്യാപ്തമാണ്. അപ്പോൾ ഈ ഒരു അപാകത പരിഹരിച്ച് ന്യായമായിട്ടുള്ള സബ്സിഡി മറ്റ് ഇതിനാവശ്യമായ ഉൽപാദനത്തിനാവശ്യമായിട്ടുള്ള ആ ചെലവുകൾക്ക് ആനുപാതികമായിട്ടുള്ള തുകയും മറ്റ് സബ്സിഡികളും കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. ഇന്നിപ്പോ കൊടുക്കുന്ന 25,000 30,000 രൂപ വളരെ തുച്ഛമാണ്. ഇതുകൊണ്ട് ഇവർ പറയുന്ന രീതി 10 കൂടുകൾ നിർമ്മിക്കാൻ പറ്റത്തില്ല. ഈ തുക ഉയർത്തണമെന്നാണ് 3 കൊല്ലം ഇവർ പറയുന്ന കാലയളവിൽ ഇതിനെ വളർത്തി പരിപാലിക്കാൻ ഇതിന്റെ ചെലവുകൾക്ക് ഇത് തികയത്തില്ല. ഈ തുക വർദ്ധിപ്പിക്കണം. എല്ലാ മേഖലകളിലും ഗവൺമെന്റ് സബ്സിഡി തുക വർദ്ധിപ്പിക്കുകയും മറ്റു സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്യണം. ഒരു നയപരമായ കാര്യമാണ്. മറുപടി പറയുന്നത് സാർ ഇത് കേൾക്കണം. ഇത് ഗവൺമെന്റിന്റെ സാറിനെ പോലത്തുള്ള ഒരു മത്സ്യബന്ധന മേഖലയായിട്ട് വരുമ്പോൾ ഈ വരുന്ന ഏറിയ പങ്കും തുകകളും സബ്സിഡികളും തീരദേശ മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുമ്പോൾ ഉൾനാടൻ മേഖലയിലെ ഈ പാവപ്പെട്ട ദരിദ്രനാരായണമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന കുടുംബങ്ങൾക്ക് വളരെ തുച്ഛമായ പദ്ധതികളും തുച്ഛമായ ആനുകൂല്യങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അത്തരം നയപരമായ കാര്യങ്ങൾ ഗവൺമെന്റ് ശ്രദ്ധയിൽ എന്ന അഡാക്കിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ നമ്മളോടൊപ്പം ഉണ്ട്, സമ്മതിച്ചിട്ടുണ്ട്. മാഡം ശ്രദ്ധിക്കുക, എന്തായാലും പ്രോഗ്രാം കാണുക. വിളിച്ചാൽ നീ വീണ്ടും വിളിക്കണം. നമ്മൾ അതിലേക്ക് വന്നു. നമ്മൾ കൂടുതൽ പ്രേക്ഷകർക്ക് അറിയേണ്ടത് ഈ സബ്സിഡികളും സഹായങ്ങളെ കുറിച്ചാണ്. പ്രത്യേകിച്ച് കരിമീൻ. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൃഷി ദർശൻ്റെ പ്രേക്ഷകരിൽ കരിമീൻ കൃഷി ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നാൽ എന്തൊക്കെ സഹായങ്ങളാണ് അഡാക്കിൽ നിന്ന് നൽകുന്നത്? കരിമീൻ നമ്മൾ മത്സ്യസമൃദ്ധി ഇപ്പോൾ സംസാരിച്ച കർഷകൻ പറഞ്ഞതുപോലെ മത്സ്യസമൃദ്ധി പദ്ധതിയിലും കരിമീൻ കൂട് കൃഷിക്ക് സഹായം നൽകുന്നുണ്ട്. ഒരു യൂണിറ്റിന് ഇപ്പോൾ പറഞ്ഞ പോലെ 10 കൂടുകൾക്ക് 25,000 രൂപ വരെ സബ്സിഡി. അതെ, സ്മോൾ കൂടുകളാണ്, ചെറിയ 1:1 എന്നുള്ള ഒരു പ്രത്യേക ഏരിയ ഇങ്ങനെ വളർത്തെടുത്താൻ കൃഷി. വളപ്പിലെ മത്സ്യകൃഷിയും നമ്മൾ ചെയ്യുന്നു. വളപ്പിലെ മത്സ്യകൃഷിക്ക് 18,000 രൂപ വരെ, അതായത് 10x10 ആ സൈസിന് ചെയ്യുന്ന വളപ്പില മത്സ്യകൃഷിക്ക് 18,000 രൂപ വരെ സബ്സിഡി. ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യം വന്നാലും പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് പിന്നെ ഒരാൾക്ക് ഒരു കായൽ കണ്ട് അവിടെ ഇറങ്ങി കൃഷി ചെയ്യാൻ പറ്റുമോ? അതാ അങ്ങനൊരു ജല നയം സർക്കാർ രൂപീകരിച്ചിട്ട് അതിൻ്റെ ഒരു കമ്മിറ്റിയൊക്കെ ചെയ്തു. അതിൻ്റെ പ്രോസസ്സിങ്ങിലാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് പ്രഖ്യാപനം വന്നിട്ടില്ല. ഉടനെ അതുണ്ടാവും. കായലുകളിൽ ഒരാൾക്ക് പഞ്ചായത്തിന്റെ അനുമതിയോടുകൂടി അവർക്ക് കൃഷി ചെയ്യാൻ പറ്റും. മറ്റുള്ളവർക്ക് എന്താ പറയുക തടസ്സമൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന്റെ വിത്ത് എവിടെ നിന്നായിരിക്കും കൊടുക്കുന്നത്? ഈ കരിമീൻ്റെ വിത്ത്? കരിമീൻ വിത്ത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 13ാം ധനകാര്യ കമ്മീഷനിൽ ഉൾപ്പെടുത്തി കർഷകരെ തന്നെ അതിനുവേണ്ടി തയ്യാറാക്കുന്നുണ്ട്. കർഷകർ തന്നെ
ഈ എന്താ കരിമീനെയും സ്റ്റോക്ക് ചെയ്ത് അത് പെയർ ഫോം ചെയ്ത് അതിൽ നിന്ന് തന്നെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി വിതരണം. എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റും? അത് അതിൻ്റെ വലിപ്പം അനുസരിച്ചാണ്. 6 രൂപയ്ക്കും 8 രൂപയ്ക്കും. അല്ല, ഫിംഗർലിങ് അത് നമ്മൾ എന്താ ശുദ്ധജല മത്സ്യങ്ങളിലാണ് അങ്ങനെ. കരിമീൻ ഈ 10 പൈസ വലിപ്പത്തുള്ള അതിന് 6 രൂപ, ഒരല്പം കൂടി വലിയ സൈസിന് 8 രൂപ. അങ്ങനെ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് താല്പര്യം ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകൾ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. അതോടൊപ്പം 5 സെന്റുള്ള വീട്ടിൽ താമസിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊരു ആഗ്രഹം ഉണ്ടാവും, ഇങ്ങനെ കായലിലൊന്നും പോയി മേടിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലൊരു കൊച്ചു കുളം ഉണ്ടാക്കി അവിടെ ഇച്ചിരി കരിമീനൊക്കെ വളർത്താവുന്ന ഒരു ആഗ്രഹമുണ്ട്. അത് നടക്കുന്ന കാര്യമാണ്. അതെ അതെ, മത്സ്യസമൃദ്ധിയിൽ നടക്കും. നടക്കും. കരിമീൻ വളരും. വളരും. എത്ര വരെ വളരും? നല്ലവണ്ണം ഈ പറഞ്ഞ പോലെ നല്ല തെളിഞ്ഞ വെള്ളം വേണം. അതുപോലെ ആഹാരം അല്ലേ, അത് സസ്യാഹാരിയാണ് കരിമീൻ. മുടിപ്പായലുകൾ അങ്ങനെ ചെറിയ ഈ ജീർണിച്ച സസ്യങ്ങളുടെ അവശിഷ്ടം അങ്ങനെ ഉള്ളതാണ് അതിന്. പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഈ കടലപ്പിണ്ണാക്ക് തവിടൊക്കെ ഇല്ലേ, അതും മേടിച്ച് കുഴച്ച് കൊടുക്കാൻ പറ്റും. ഈ പറഞ്ഞ പായൽ അങ്ങനത്തെ ഒന്നും ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ. പൂർണ്ണ വളർച്ച എത്തുമ്പോൾ കരിമീൻ എത്രത്തോളം തൂക്കം ഉണ്ടാവും? അത് ഏകദേശം 1 കിലോളമൊക്കെ വളരുന്നുണ്ട്. അപ്പം അവർ മാർക്കറ്റ് ചെയ്യുന്ന ഇപ്പം 500, 600 അങ്ങനെ വലിപ്പമുള്ളത് കൊടുക്കും. എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രിയമുള്ള മീൻ കരിമീൻ തന്നെയാണ്. ഇത്രയും മീനുകൾ ഉണ്ടെങ്കിലും എപ്പോൾ കൊണ്ട് കൊടുത്താലും വിപണി വില കിട്ടും. അതുകൊണ്ടായിരിക്കും കൂടുതൽ ആളുകൾ കർഷകർക്ക്. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞു വന്നത് അതായിരുന്നു, ഈ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് കഠിനമായ പ്രയാസം. സാധാരണ ഒരു പെൺ. ഇത് കൂടാതെ ഫിഷറീസ് വകുപ്പിന് ചില ഫാമുകളുണ്ട്. അവിടെ നിന്ന് ഈ കുഞ്ഞുങ്ങളെ നൽകുന്നുണ്ടോ? ആയിരന്തെങ്ങിന് കോട്ടയത്ത് പള്ളമുണ്ട്, കൊടുക്കും. ഞാൻ പറഞ്ഞേ, അത് വെച്ചാൽ ഇപ്പോൾ ഒരു 1500, 6000 അതാണ് അതിൻ്റെ നമ്മൾ സ്പോണിങ് റേറ്റ് പറയുന്നത്. പക്ഷെ അത്രയും കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യില്ല, സർവൈവ് ചെയ്യില്ല. അപ്പോൾ ആ സർവൈവൽ റേറ്റും കുറവാണ്. അപ്പം നമുക്ക് ഒരു ബ്രീഡിങ് അല്ലേ സെക്ഷനിൽ നിന്നായാലും ഒരു 500, 600 അല്ലെങ്കിൽ 1000 ആ റേഞ്ചിനെ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടത്തുള്ളൂ. അത് വളർത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഭീഷണി എന്താ? എന്തെങ്കിലും രോഗങ്ങളോ? ക്വാളിറ്റി നോക്കണം. നല്ല ഈ പറഞ്ഞ പോലെ നല്ല തെളിഞ്ഞ വെള്ളം, അത് അവർക്ക് നിർബന്ധമുള്ള കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യരെ പോലെ അവണ് തമ്മിൽ കണ്ടാണ് അല്ലേ അവർ ജീവിക്കുന്നതെന്ന് പറഞ്ഞില്ല, അതേപോലെ ശുദ്ധമായ വെള്ളം. ഇങ്ങനെ ചെയ്യുന്ന ഏതെങ്കിലും വീട്ടമ്മമാരൊക്കെ ഉണ്ടോ? നമ്മൾ 1000 തെങ്ങിൽ കുറച്ച് SHG ഗ്രൂപ്പുകളുണ്ട്, വനിതകളുടെ ഗ്രൂപ്പുകളുണ്ട്, അവർ ചെയ്യുന്നുണ്ട്. പിന്നെ എറണാകുളത്തും ചെയ്യുന്നുണ്ട്. എറണാകുളത്തൊരു കർഷകൻ, അവർ 100,000 മത്സ്യക്കുഞ്ഞുങ്ങളെ വരെ കൊടുക്കുന്നുണ്ട് എന്നാണ് അവരുടെ കണക്ക് പ്രകാരം. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ആനുകൂല്യത്തിനായി ഒരാൾ മുന്നോട്ട് വന്നാൽ അടാക്കി സഹായിക്കും. അതുപോലെ ആളുകൾക്ക് വളരെ വളരെ ഇഷ്ടമുള്ള, പ്രത്യേകിച്ച് വിദേശികൾക്കും കടലിനക്കരയൊക്കെ ഉള്ള ആളുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് ചെമ്മീൻ. അതെ അതെ. ചെമ്മീൻ ഏതൊക്കെ തരമുണ്ട്? ചെമ്മീൻ കുറേയധികം ഉണ്ട്. ശരിക്കും ഈ കടലിലെ ചെമ്മീനുണ്ട്, കായലിലെ കൊഞ്ചുണ്ട്. ഇത് തമ്മിൽ എന്താ ഒരു വ്യത്യാസം? അല്ല, 2-3 തന്നെയാണ്. കടൽ അതിൻ്റെ ജീവിതചക്രം പൂർത്തിയാക്കാനായിട്ട് അത് കടലിൽ നിന്നും കായലിലേക്ക് വരികയും തിരിച്ച് കായലിൽ നിന്ന് കടലിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ കടലിലെ കൊഞ്ച് ചിലപ്പോൾ ചുവന്ന നിറമൊക്കെ. അത് നമ്മളെ കരിക്കാടി എന്ന് പറയുന്ന കൊല്ലം ഏരിയയിൽ കിട്ടുന്നില്ല. അത് പക്ഷേ അതിന്റെ ജീവിതചക്രം മുഴുവൻ കടലിൽ തന്നെയാണ്. അതാണ് കരിക്കാടി. കരിക്കാടി. അല്ലാത്ത കൊഞ്ചുകൾ ഏതൊക്കെയാണ് നമ്മൾ കൃഷി ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന സാധാരണ നാരനും കാരയുമാണ്. കാര ചെമ്മീനാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. കർഷകരും ഈ പറഞ്ഞതുപോലെ തന്നെ കയറ്റി അയക്കുക എന്നതും എക്സ്പോർട്ട് ക്വാളിറ്റി ടേസ്റ്റും സൈസിലും വ്യത്യാസമുണ്ട്. ചെറുതാ, കാര വലിപ്പം, ടൈഗർ പ്രോൺ എന്നൊക്കെ പറയാം. ആ പേര് കാരയുടെ. ഹലോ, സ്വാഗതം. കൃഷിദർശൻ ആരാണ്? ഹലോ, ഞാൻ സജിത്താണ്. അപ്പോ ഇപ്പൊ സംസാരിക്കാൻ വേണ്ടിയിട്ട്. എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ ഇപ്പൊ ധനുവച്ചപുരത്തുനിന്ന്. ക്ലിയർ ആയില്ല.
ധനവച്ചപുരത്തുനിന്ന് വിളിക്കുന്നത് അല്ലേ? അതെ. സംശയം ചോദിച്ചോളൂ, മാഡം ഉണ്ട്, സംശയം ചോദിച്ചോളൂ. ഓക്കെ, വിളിച്ചത് ഞങ്ങളുടെ വലിയ വസ്തുവൊന്നുമില്ല. അപ്പൊ ഞങ്ങളുടെ വീട്ടില് ടെറസിന്റെ മുകളില് ടാങ്ക് കെട്ടി വളർത്താൻ കഴിയോ ഇങ്ങനെയുള്ള മത്സ്യങ്ങള്? അടുക്കളക്കുളം ആ പദ്ധതിയിൽ ഉൾപ്പെടുന്നതാണ്. തിരുവനന്തപുരം ജില്ലയിലെ കമലേശ്വരത്ത് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസുണ്ട്. അവിടെയുമായി ബന്ധപ്പെട്ടാൽ കരിമീൻ വളർത്തുന്നതിനുള്ള സഹായങ്ങളൊക്കെ സാങ്കേതിക സഹായവും സാമ്പത്തിക സഹായവും ചെയ്തു തരും. ഇത് വളർത്തുന്നത്, ഇതിന്റെ വളർച്ച എത്ര മാസം അങ്ങനെയൊക്കെ എങ്ങനെയാണ് അതിനെ കുറിച്ചൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇതിന്റെ വളർച്ച ഇപ്പൊ നമ്മളൊരു കുഞ്ഞിനെ ഒരു കരിമീൻ കുഞ്ഞ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്ര കുഞ്ഞുങ്ങളെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് വളർന്ന് നമുക്ക് ആദായം എടുക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. നമുക്ക് മത്സ്യം വളർത്തി വിൽക്കുന്നതിനാണെങ്കിൽ ഏകദേശം 8 തൊട്ട് അല്ലേ 1 വർഷം, 8 മാസം 1 വർഷം അതിനകത്ത് വലുതാകുന്നത്. ഓക്കെ, ശരി. ആഹാരം എന്തൊക്കെയാണ് ഇതിന്റെ? നമ്മളിപ്പോൾ അടുക്കളക്കുളം എന്ന് പറയുമ്പോൾ വീട്ടിലല്ലേ ചെയ്യാൻ പറ്റുന്നത്. അതിന് ഈ തവിട്, കടലപ്പിണ്ണാക്ക് അതൊക്കെ കൊടുത്താൽ മതിയാവും. സസ്യഫുക്കാണത്. മനസ്സിലായല്ലോ, കാര്യങ്ങൾ മനസ്സിലായി. വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കാം. നമുക്ക് ഈ കാരയും നാരനും ഉള്ളതിൽ കാരയ്ക്കാണ് വലിയ പ്രിയമെന്ന് പറഞ്ഞു. പക്ഷെ പലപ്പോഴും സംഭവിക്കാറുള്ളത് ഈ കുട്ടനാട്ടിലും മറ്റുമൊക്കെ ഈ ഒരു നെല്ല് ഒരു മീനും ഒക്കെ പദ്ധതി, അത് 6 മാസം നെല്ല്, ബാക്കി 6 മാസം പാടശേഖരത്തിൽ മീൻ കൃഷി ചെയ്തപ്പോൾ ഒത്തിരി വിളവുണ്ടായി. രണ്ടിലും, കാരയിലും വിളവുണ്ടായി, നെല്ലിലുണ്ടായി. അപ്പം ഈ അത് കൂടാതെ വലിയൊരു കർഷകർ വലിയൊരു കെണിയിലകപ്പെട്ടു. അതായത് ഒത്തിരി മീൻ ചത്തുപോയി. അന്ന് അവർ ഫിഷറീസ് വകുപ്പിനെ ധാരാളം കുറ്റം പറഞ്ഞു. ഈ തന്ന മീനൊന്നും ക്വാളിറ്റി ഇല്ലായിരുന്നു, ഇതിനെല്ലാം രോഗം വന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയില്ല. ഇല്ല. ഇപ്പോൾ വൈറസ് രോഗാണു വിമുക്തമാണെന്ന് ഉറപ്പുള്ള ചെമ്മീൻ കുഞ്ഞുങ്ങളെയാണ് കർഷകർക്ക് കൊടുക്കുന്നത്. എന്താ ഉറപ്പ്? ഞങ്ങൾ അഡാക്കിൻ്റെ കീഴിൽ PCR ടെസ്റ്റ് ചെയ്യുന്ന 3 ലബോറട്ടറികളുണ്ട്. ഒന്ന് തിരുവനന്തപുരത്ത് വർക്കലയിലെ ഓടയത്തെ ഹാച്ചറിയിലാണ്. എറണാകുളത്ത് കുമ്പളങ്ങിയിലും പരവൂരും PCR ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അഡാക്കാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ കർഷകർക്ക് വിതരണം ചെയ്യുന്നത്, നമ്മുടെ സർക്കാരിൻ്റെ മുഴുവൻ പദ്ധതികളിലേക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു അതായത് ഗവൺമെൻറ് ഹാച്ചറിയിൽ തന്നെ ചെമ്മീൻ്റെ സീഡ് ഉണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ലാബിൽ നിന്ന് തന്നെ ആൾക്കാർ പോയി സാമ്പിൾ എടുത്ത് ലാബിൽ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്ത് അത് രോഗാണു വിമുക്തമാണെന്ന് ഉറപ്പാക്കിയതിന് ശേഷമേ അഡാക്ക് ഹാച്ചറിയിൽ നിന്ന് സീഡ് എടുത്ത് കർഷകന് കൊടുക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒരു കുഴപ്പമുണ്ടാകത്തില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് ചെയ്ത കുഞ്ഞുങ്ങൾ രോഗാണുവിമുക്തമാണ് എന്നത് ഉറപ്പിക്കാം നമുക്ക്. അതുമല്ല, നമ്മൾ എങ്ങനെ അതിനെ കെയർ ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. പിന്നെ ഏതെങ്കിലും കാരണവശാൽ അതെ, ഇപ്പോൾ സലൈനിറ്റിയിൽ ലവണാംശത്തിൽ വ്യത്യാസം വരികയോ ഊഷ്മാവിൽ വ്യത്യാസം വരികയോ പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫീഡ് എക്സസ്സായി വാട്ടർ കണ്ടാമിനേറ്റ് ചെയ്യുകയോ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനുള്ളൊരു സാധ്യതയുണ്ട്. എന്നാലും നമ്മുടെ ശാസ്ത്രീയമായി കൃഷി ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ പരിഗണിക്കേണ്ടത് ഗുണമേന്മയുള്ള വിത്ത് എന്നുള്ളതാണ്. തയ്യാറാണ്. നമുക്കതിലേക്ക് വരാം. ഒരു കോൾ ഉണ്ട്. ഹലോ, സ്വാഗതം. കൃഷി ദർശൻ, ആരാണ്? ഹലോ, പേര് പറയൂ. അരുൺ തോമസ്. അജിത് ബാബു, സ്ഥലം? ഹലോ, എന്റെ പേര് അരുൺ തോമസ്. ഹലോ, അരുൺ തോമസ് എന്നാണ് പേര്. ഹലോ, അരുൺ തോമസ്. വയനാടാണ്. സ്ഥലം പറയൂ. വയനാട്. എന്താ മത്സ്യങ്ങളൊക്കെ വളർത്തുന്നുണ്ടോ? മത്സ്യങ്ങളെ വളർത്തുന്നുണ്ട്. ഇപ്പൊ കട്ല, മൃഗാള, രോഹു അതൊക്കെ ഉണ്ട്. ശുദ്ധജല മത്സ്യമെല്ലാം ഉണ്ട്. എനിക്കിപ്പോ വാള ഇവിടെ മത്സ്യക്കുഞ്ഞുങ്ങളൊക്കെ ലഭ്യമല്ല. അതുകൊണ്ട് എനിക്കിപ്പോ ഇവിടെ ചെറിയൊരു ബ്രീഡിംഗ് യൂണിറ്റ് തുടങ്ങിയാലും ഒരു ആലോചന ഉണ്ട്. ചോദിച്ചോളൂ, എന്താണ് സംശയം? എന്താണ്? അപ്പൊ അതിനുവേണ്ടി പരിശീലനം എവിടുന്ന് കിട്ടാൻ അത് അറിയില്ല. വയനാടല്ലേ? അപ്പൊ പാലക്കാട് ഫിഷറീസ് വകുപ്പിന്റെ തന്നെ ഹാച്ചറി ഉണ്ട്, അവിടുന്ന് കിട്ടും ശുദ്ധജലം. പക്ഷെ എനിക്കിവിടെ ഈ ബ്രീഡ് ചെയ്യാൻ വാളേനെയൊക്കെ ബ്രീഡ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. വയനാട് ജില്ലാ ഫിഷറീസ് ഓഫീസുമായി ബന്ധപ്പെട്ടാൽ അവിടെ ഫിഷ് ഫാമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി ഉണ്ട്. ആ കർഷകനായിട്ട് അവിടെ പേര് രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പോൾ അവർ തന്നെ
മത്സ്യവിത്ത് അറേഞ്ച് ചെയ്ത് തരും. വയനാട് FFDA അനിലേ, ഇവിടെ നിലവിൽ ഇപ്പൊ കിട്ടുന്നത് പിന്നെ കട്ല, മൃഗാള്, രൂഹ്, ഈ 3 ഐറ്റം മാത്രമേ ഉള്ളൂ. മൂന്നേ കിട്ടിയുള്ളൂ, ബാക്കിയുള്ളതൊന്നും കിട്ടിയില്ല വയനാട് അന്വേഷിച്ചപ്പോ അല്ലേ? വേറെ ഒന്നും ഈ ഭാഗങ്ങളിൽ കിട്ടാനില്ല. അല്ലെങ്കിൽ പിന്നെ പാലക്കാടാണ്. പാലക്കാടാണ്. പാലക്കാട് ഓഫീസുമായി ഒന്ന് ബന്ധപ്പെടുവല്ലേ? പാലക്കാട് നിന്ന് ഇവിടെ എത്തിക്കുമ്പോഴേക്കും പിന്നെ അത് ബുദ്ധിമുട്ടാണ് ഭയങ്കര. ഇപ്പൊ ഇവിടെ കർഷകരൊക്കെ ആ ഒരു ബുദ്ധിമുട്ടിലാണ് ഉള്ളത്. പാലക്കാട് നിന്ന് എത്തിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ വയനാടിന്റെ ഒരു ഭൂപ്രകൃതിയും അതിന്റെ അല്ലേ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. എന്ത് ചെയ്യാൻ കഴിയും അനിൽ? ക്ഷമിക്കുക. ബ്രീഡിംഗ് യൂണിറ്റ് പറഞ്ഞാൽ അതിനുള്ള ഇപ്പൊ തിരുവനന്തപുരം അഡാക്കിന്റെ ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും പരിശീലനം എന്തെങ്കിലും തരാൻ കഴിയുമെന്ന് അറിയാൻ വേണ്ടിട്ട്. അഡാക്കിൽ നിന്ന് നേരിട്ട് തരാൻ കഴിയുമെന്ന് ആണ് ചോദിക്കുന്നത്. കഴിയുമോ? ഇല്ല. അല്ല, നമ്മളും ഹാച്ചറിയിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ്. പ്രശ്നം ഉണ്ടാവും. ഗവൺമെന്റ് റേറ്റും ഈ പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ടേഷനും ഉണ്ടാവും. അല്ല, എന്തായാലും ഇതുമായിട്ട് സഹകരിക്കുക. എന്തായാലും ഒരു കർഷകനാണെന്ന് അറിഞ്ഞതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. വിളിച്ചതിന് സന്തോഷം, വളരെ നന്ദി. വീണ്ടും വിളിക്കണം. മറ്റൊരു വിഷയം, നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അഡാക്ക് സഹായം നൽകുന്ന ഞണ്ടാണ്. ഞണ്ടിന് മത്സ്യസമൃദ്ധി പദ്ധതിയിൽ സഹായമുണ്ട്. അഡാക്ക് ഞണ്ടിന്റെ കുഞ്ഞുങ്ങളെ കൊടുക്കാനുള്ളൊരു പ്രയത്നത്തിലാണ് ഞങ്ങളുടെ. അതെ, നല്ല ലാഭമാണ്. കർഷകരെല്ലാവരും അഭിപ്രായപ്പെടുന്ന ഞണ്ട് ലാഭകരമായ. ഇല്ല, അതിന് പക്ഷേ കാനിബോളിസം ഉള്ളതാണ്. അങ്ങോട്ട് പിടിച്ചത്. അതിന് നമ്മൾ സങ്കേതങ്ങളൊക്കെ ഒരുക്കി കൊടുത്താൽ മതി, ഇങ്ങനെ ഒളിഞ്ഞിരിക്കാനുള്ള. അപ്പോൾ അതിൽ കുറേയൊക്കെ റെഡ്യൂസ് ചെയ്ത്. പിന്നെ തീർച്ചയായിട്ടും സാങ്കേതിക സഹായം അഡാക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അഡാക്കിൻ്റെ റീജിയണൽ ഓഫീസുകളുമായി ബന്ധപ്പെട്ടാൽ മതി. ഞങ്ങൾക്ക് ആലപ്പുഴ ഒരു റീജിയണൽ ഓഫീസുണ്ട്, എറണാകുളത്തുണ്ട്, തലശ്ശേരിയിൽ എരഞ്ഞോളിയിൽ ഞങ്ങളുടെ ഓഫീസുണ്ട്. ഞങ്ങൾ പൊയ്യൽ, തൃശ്ശൂർ പൊയ്യൽ ഞങ്ങൾക്ക് ഫാമുണ്ട്. അവിടെ ഞങ്ങളും ക്രാബ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അവിടെ മാള അതെ തന്നെ ഞണ്ടിനെ വളർത്തി വലുതാക്കി സർക്കാർ നിരക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്. കിലോ അല്ലേ, കിലോയ്ക്ക് 300 രൂപ വെച്ച് കൊടുക്കും. 300 രൂപ വെച്ച് കൊടുക്കും. ഞണ്ടിന്റെ കുഞ്ഞുങ്ങളെ കൊടുക്കാൻ ഫിഷറീസ് വകുപ്പിൽ അഡാക്കിൽ അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ RGCAയിൽ കൊടുക്കുന്നുണ്ട്, തമിഴ്നാട്ടിൽ. അത് MBDയുടെ ഒരു സഹോദര സ്ഥാപനമാണത്, കേന്ദ്ര ഗവൺമെന്റിന്റെ. അവിടെ കൊടുക്കുന്നു. ഒരു ഞണ്ടിന്റെ കുഞ്ഞിന് 5 രൂപ നിരക്കിലൊക്കെ കിട്ടും. ഈ ഞണ്ടിനെ ഈ കൂടുകളിൽ വളർത്താൻ പറ്റും? പറ്റത്തില്ല, കൂട് പൊളിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷെ കരിമീനും കരിമീൻ വളർത്താം, തിലാപ്പിയ വളർത്താം, അതൊക്കെ ചെയ്യാം. അല്ല, അതിനുള്ള സഹായമുണ്ടോ? കൂടുതൽ മത്സ്യകൃഷിക്ക് സഹായം കൊടുക്കുന്നുണ്ട്. കരിമീന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 25,000 വരെ ഒരു യൂണിറ്റിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും അപേക്ഷിക്കാം. അപേക്ഷിക്കാം. കരിമീൻ കൃഷിക്ക് അപേക്ഷിക്കാം. ആലപ്പുഴ അഡാക്കിൻ്റെ റീജിയണൽ ഓഫീസിൽ അപേക്ഷിക്കാം. അവിടെ ആൾ നേരിട്ട് വരണോ അതേ ഫോൺ വഴി അപേക്ഷിച്ചാലോ? അപേക്ഷ ഫോം വാങ്ങി ഫില്ല് ചെയ്ത് പൂരിപ്പിച്ച് അവിടെ കൊടുത്താൽ. അപ്പോൾ നമുക്ക് ഈ പിന്നെ വളരെ ശ്രദ്ധേയമായ ഒത്തിരി വിവരങ്ങൾ, പ്രേക്ഷകർക്ക് കൂടി പ്രയോജനമുള്ള ധാരാളം വിവരങ്ങളാണ് സന്ധ്യ മാഡം ഞങ്ങൾക്ക് പങ്കുവച്ചത്. പ്രേക്ഷകർക്ക് ഇന്നത്തെ അതിഥിയുടെ വിലാസം അറിയാൻ താല്പര്യമുണ്ടാവും. വിലാസം വായിക്കാം. R. സന്ധ്യ, ഡെപ്യൂട്ടി ഡയറക്ടർ, ജലകൃഷി വികസന ഏജൻസി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 0471 23 22 410. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0471 23 22 410. കായലിൽ വളരുന്ന മത്സ്യങ്ങളെ കണ്ണായ ജലാശയങ്ങളിൽ വളർത്തി വീണ്ടും കടൽ കടത്തിവിട്ടാൽ ഒത്തിരി ലാഭം കൊയ്യാം എന്നുള്ളതിൻ്റെ സന്ദേശങ്ങളാണ് മാഡം ശ്രീമതി R. സന്ധ്യ നൽകുന്നത്. സന്ധ്യയ്ക്ക് നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം കൃഷിദർശൻ പരിപാടി കാണുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. കൃഷി മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും വിളിക്കുവാൻ മറക്കരുത്. കൃഷിദർശൻ തത്സമയ ഫോണിൻ പരിപാടി എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:55 DD കേരളം ചാനലിൽ.